ഞാൻ കാബേജ് പറിക്കാൻ പോവാ കേട്ടോ. എന്നാ വരി നിങ്ങൾക്കും കാണാലോ. കാബേജ് ഈ കാബേജ് നമുക്ക് 2 ഉപ്പേരിക്കുണ്ടാവും. അത്ര ഇത് കാണുമ്പോലെ ഇത് അരിഞ്ഞാൽ കുറേ ഉണ്ടാവും. ഞാനൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലാണ് നട്ടത്. അപ്പൊ കൂട്ടത്തിൽ നോക്ക് നല്ല ഒരു ചെണ്ടുമല്ലി ചെടി ഉഷാറായി വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു കാബേജ് ഞാനങ്ങ് പറിച്ചു കഴിഞ്ഞാല് ഇതങ്ങ് ഉഷാറായിക്കോട്ടെ, ഇനി പൂവായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇവിടെ വെച്ചതാ. പിന്നെ ഇതിൽ വെറും കരിയിലിട്ടുണ്ടാക്കിയതാ, കുറച്ച് മണ്ണ്. നോക്ക് നല്ല അടിപൊളി കാബേജ് ഉണ്ടായിന്, കണ്ടില്ലേ? അപ്പൊ ഞാനിന്ന് ഉച്ചക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഈ കാബേജ് പറിക്കാൻ ഞാൻ പറിക്കട്ടെ. കവറിൽ നട്ടത് കൊണ്ടേ കണ്ടില്ലേ, നല്ല അടിപൊളി കാബേജ് കിട്ടി. കാബേജ് ഇനി അരിയാൻ പോവുക തോരൻ വെക്കാൻ. മേലുള്ള തൊലികളൊക്കെ നമുക്ക് കളയാം. പക്ഷെ ഇത് കളഞ്ഞോളൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇത് നമ്മൾ നട്ടത് ഉണ്ടാക്കിയതാണ്. ഇതിന് ഒരു മരുന്നും അടിച്ചിട്ടില്ലല്ലോ. വെറും കരിയിലും കുറച്ച് മണ്ണും എടുത്തിട്ട് കൃഷി ചെയ്തതാ. കവറിൽ നട്ടാലും ഉണ്ടാവും കേട്ടോ. കണ്ടില്ല അതുണ്ടായത്. ഇതിപ്പോ ശരിക്കും 2 ഉപ്പേരിക്കുണ്ട്. 2 ഉപ്പേരിക്കുണ്ട്. ഇത് അരിഞ്ഞങ്ങ് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാല് എന്നാ പിന്നെ ഇത് എനിക്ക് അരിയണമെങ്കിൽ ഇത് വേണം. കട്ടിംഗ് ബോർഡ് ഇത് ശരിയാക്കില്ല. നിങ്ങള് കട്ടിംഗ് ബോർഡിലായിരിക്കൂലേ? എന്റെ തലമുറന്റെ പ്രത്യേകത ഞാൻ പറയാൻ പറ്റില്ല കേട്ടോ. ഇത്രയും പ്രായമുള്ള ഒരു നല്ല ഉഷാറില് കട്ടിംഗ് ബോർഡ് അറിയുന്നവരുണ്ട്. കൊറേ വെച്ച് കഴിഞ്ഞാൽ അതിനും ഡിമാൻഡ് കുറയും. പിന്നെന്ന് പറയുന്നത് പച്ച തിന്ന അത്രക്കും ഒരു മരുന്നും അടിക്കാത്ത നല്ല വെറും നനയും കരിയിലയും കുറച്ച് മണ്ണും എലപ്പതിലുള്ളൂ. സ്മെല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു ചെറിയൊരു മരുന്നിന്റെ മണം. നിങ്ങളൊക്കെ എങ്ങനെ അരിയണെന്ന് നോക്കൊന്ന് പറയണേ. പിന്നെ ഞാൻ എന്റെ രീതിയിലാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. പലർക്കും പല രീതികളായിരിക്കും. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് തേങ്ങ വേണം, പിന്നെ കാന്താരി പിന്നെ എല്ലാവരും ഇടും. ചിലവർ തേങ്ങയൊന്നും ഇടുന്നില്ല എന്ന് പറയുന്നേക്കാം. അപ്പൊ ഞാൻ അത് ഫുള്ളായിട്ട് അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാ ഫുള്ളായിട്ട് അരിഞ്ഞു കഴിഞ്ഞു. ഇതാ പകുതി ഞാൻ എടുത്തു വെച്ചതാ. കൂടുതലായ ഡിമാൻഡ് കുറയും. അപ്പൊ ഞാൻ ഇത്രേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഇത് അരിന്തോറും ഇങ്ങനെ കൂടി കൂടി വരിക, അങ്ങനെ നിറയും പാത്രം. കുറച്ചൊരു മൂപ്പെത്തിയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടേ ഇനി നല്ല വൃത്തിയാക്കി കഴുകി തോരൻ വെക്കാൻ നോക്കട്ടെ. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് വൃത്തി കഴുകട്ടെ. തോരൻ ഉണ്ടാക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ മൺപാത്രത്തിലാണ് എല്ലാം ഉണ്ടാക്കുക. ഇനി എണ്ണ ഒഴിക്കട്ടെ. തേങ്ങ ഇടുന്നുണ്ടല്ലോ, അപ്പം കുറച്ച് മതി. എണ്ണ ചൂടായി. ഇനി കടുകിടട്ടെ. കടുക് പൊട്ടി കറിവേപ്പില ഇട്ട് ഇനി ഞാൻ കടുക് പൊട്ടുമ്പോ ഒന്ന് മൂടി വെക്കും. ചവരമലൊക്കെ തുറക്കാൻ ആവശ്യത്തിന് ഉപ്പ്, ലേശമല്ല, അടച്ചു വെക്കട്ടെ. ഇപ്പോഴേക്ക് ഇത് വേകുമ്പോഴേക്കും തേങ്ങ ഉരുക്കിയെടുക്കട്ടെ. തേങ്ങ ചിരകിയെടുത്ത് ഉള്ളി കാന്താരി ഇട്ട് മിക്സിയിലിട്ടൊന്ന് ചതക്കട്ടെ. ഒന്ന് കറക്കിയെടുത്ത് തേങ്ങ ഇട്ടു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി ലാസ്റ്റ് ഞാൻ തേങ്ങ ഇടുന്നു. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ഞാൻ അടുപ്പത്ത് വെക്കൂല. അപ്പോൾ കണ്ടില്ലേ എൻ്റെ കാബേജ് തോരൻ. ഇതിലിപ്പോ കാബേജ് എന്റേതാണ്, വെളിച്ചെണ്ണ എന്റേതാണ്, കാന്താരി, ഉള്ളി, മഞ്ഞൾ എല്ലാം ഞാനിവിടെ കൃഷി ചെയ്തുണ്ടാക്കിയതാ. തേങ്ങ എല്ലാം, ഉപ്പേ ഇതിൽ പുറത്തുനിന്നുള്ളൂ. അപ്പൊ എന്റെ കാബേജ് തോരൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.